നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് അവസാനിച്ചിരുന്നു. നമുക്കറിയാം, ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒരു മികച്ച മത്സരങ്ങളാണ് ഫുട്ബോൾ ആരാധകരെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പിൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ കാത്തിരിക്കുന്നത്. കാരണം ഫുട്ബോൾ ലോകത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ക്ലബ്ബുകളും വമ്പൻ ക്ലബ്ബുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏതായാലും ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് ഇന്നാണ് നടക്കുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 ഈ ഒരു ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് നടക്കുക. സ്വിറ്റ്സർലൻഡിലെ ലിയോണിൽ വെച്ചുകൊണ്ടാണ് ഈ ഡ്രോ അരങ്ങേറുക. ഇതിന്റെ ലൈവ് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക. ഏതായാലും ആരൊക്കെയാണ് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ള ടീമുകൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അവസാന 8ലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളവരാണ് ആഴ്സണൽ, FC ബാഴ്സലോണ, PSG, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ബയേൺ മ്യൂണിക്ക്, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി. അതായത് കടുത്ത പോരാട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ ഡ്രോ ആണ്, നറുക്കെടുപ്പാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സെമി ഫൈനൽ, ഫൈനൽ എന്നിവക്കുള്ള റൂട്ടുകൾ കൂടി ഇന്ന് തീരുമാനമാകും എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ എന്നാണ് നടക്കുക, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ ലെഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഏപ്രിൽ 9, ഏപ്രിൽ 10 തീയതികളിലാണ് അരങ്ങേറുക. രണ്ടാം പാദ മത്സരങ്ങൾ ഏപ്രിൽ 16, ഏപ്രിൽ 17 എന്നീ തീയതികളിൽ നടക്കും. പിന്നീട് ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ മത്സരങ്ങൾ ഏപ്രിൽ 30, മെയ് 1 എന്നീ തീയതികളിലാണ് നടക്കുക. സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ മത്സരങ്ങൾ മെയ് 7, മെയ് 8 എന്നീ തീയതികളിൽ അരങ്ങേറും. ഫൈനൽ മത്സരം ജൂൺ 1 തീയതി വരുന്ന ജൂൺ 1 തീയതിയാണ് ഈ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കലാശ പോരാട്ടം നടക്കുക. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കലാശ പോരാട്ടം അരങ്ങേറുക. ഏതായാലും കടുത്ത മത്സരങ്ങൾ നമ്മെ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഉടനീളം കാത്തിരിക്കുന്നു. ആരായിരിക്കും ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.